എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വളരെ നാളത്തെ ശേഷം ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇന്ന് ഒരു പൂരിക്കറി വെക്കാൻ പോവുകയാണ്. ഇന്നത്തെ സ്പെഷ്യല് പൂരിക്കറിയും കപ്പയും. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ചട്ടി ചൂടാകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മളുണ്ടല്ലോ എണ്ണ ഒഴിക്കുന്നതായി ചട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ചട്ടിയിൽ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിരിക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞ് ഇപ്പം നമ്മൾ കുറച്ച് ഉലുവ ഇടുകയാണ്. ഉലുവ ഇട്ടിരിക്കുക. അപ്പം ആ ഉലുവ അങ്ങോട്ട് പൊട്ടി കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊരു അതിനകത്ത് കുറച്ച് കടുക് ഇടുകയാണ്. ഇതിന് ശേഷം നമ്മൾ ഇപ്പം ആദ്യം ഇടാൻ പോകുന്നത് നമ്മൾ ഇഞ്ചിയും പിന്നെ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇട്ടു. നമ്മളിട്ട വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു ചെറിയൊരു മണമുണ്ടല്ലോ, ചെറിയ പച്ച ചുവ, അതങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്തായിട്ടിടുന്ന ചെറിയ ഉള്ളി അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെറിയ ഉള്ളി ഇട്ടാക്കാം. ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് അതൊന്ന് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ കളറിലേക്ക് എത്തണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് വാടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പച്ചമുളകും കരിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇട്ടേക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ചേർക്കുകയാണ്. മുളക് പൊടി ചേർത്ത് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനകത്ത്. ഇനി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന്.
നമുക്ക് പുളി, ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു തിള വരുന്നവിടം വരെ നമുക്കിത് വേകണം. ഇനി നമ്മൾ മൂടാൻ പോവുകയാണ്. ഇതിന് സമയത്ത് നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കും. ഇപ്പം നമുക്ക് കൂട്ടി കൊടുക്കാം. നമുക്കിത് തിളയ്ക്കണമല്ലോ. ഇപ്പം കറി അപ്പം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ അങ്ങോട്ട് ഇടുകയാണ്. മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന മത്സ്യമാണിപ്പം ഇത് കൂരി എന്ന് പറയുന്നത്. അപ്പം അതങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുക. അത് പതുക്കെ എന്നിട്ട് വേകട്ടെ. അടുത്ത നമുക്ക് കപ്പയും കൂടെ അങ്ങോട്ട് വെക്കാം. കുറച്ച് കപ്പ അടിച്ച് ഇപ്പം നമുക്ക് കപ്പയും കൂടെ ഇതിൻ്റെ കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കാം. അപ്പം രണ്ടും ഇങ്ങനെ ഇപ്പം വെച്ചിരിക്കുകയാണ്. രണ്ടും ഒന്ന് കുറച്ച് നേരം എടുത്തൊന്ന് റെഡിയായി വരാം. അതുവരെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കറി ഇപ്പോൾ ഏതാണ്ട് ആകാറൊക്കെ ആയി. നമ്മളൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കുകയാണ്. അല്ല, ചിലപ്പം ചട്ടി പിടിക്കരുതല്ലോ, അതിനുവേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി. അപ്പം കൂരിക്കറി അങ്ങനെ നമ്മുടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേണമെങ്കിൽ അതിൻ്റെ ലേശം ഉപ്പൊക്കെ നമുക്ക് നോക്കാം. കപ്പയുടെ ഇവിടം വരെ നോക്കട്ടെ. കപ്പയ്ക്കും തിളയായി. അപ്പം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളക്കട്ടെ, വേഗമുണ്ട് ഇച്ചിരി. അത് കപ്പയും വെന്തുകൊണ്ടിരിക്കുകയാണ്. കറി ഏതാണ്ടൊക്കെ കുറച്ച് പറ്റാനുണ്ട്. കറി വറ്റി ഉറഞ്ഞ് കുറച്ചൊന്ന് പറ്റണം. പൂരിക്കറി റെഡിയായിരിക്കുകയാണ്. പൂരിക്കറി റെഡി. നമുക്ക് കപ്പ ഏതാണ്ട് എവിടം വരെയൊക്കെ ആയി നോക്കാം. പൂരിക്കറി ഇങ്ങനെ തുറന്ന് ഇരിക്കട്ടെ. കപ്പ എടുത്ത് നോക്കാം. കപ്പ ആയി. കപ്പ നമ്മൾ വെന്തോന്ന് നോക്കുകയാണ്. ഏതാണ്ടൊക്കെ വെന്ത ലക്ഷണമാണ് കാണുന്നത്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ്, കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമുക്ക് കപ്പയും കൂടെ അങ്ങ് ഇറക്കാം. ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇടുക. വിതറി അങ്ങോട്ട് കൊടുക്കാം. കുറക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കപ്പ അങ്ങോട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ അന്നേരം പറഞ്ഞ ഡിഷ് രണ്ടും ശരിയായിട്ടുണ്ട്. നമുക്ക് ഈ കറി അങ്ങോട്ട് ഇറക്കി ഒന്ന് കലക്കി ഒന്ന് റെഡിയാക്കാം. ഒന്ന് മിക്സ് എന്നിട്ട് നമ്മുടെ കപ്പയും പൂരിക്കറിയും അങ്ങോട്ട് റെഡിയായിരിക്കുകയാണ്. നല്ല ഈ തണുപ്പ് സമയത്തൊക്കെ കഴിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം കേട്ടോ. നമ്മൾ കഴിക്കാൻ പോവുകയാണ്.
അപ്പം നമ്മുടെ പൂരിക്കറിയും മുട്ടയും നമ്മുടെ പൂരിയുടെ മുട്ടയുണ്ട്, പൂരിയും കപ്പയും റെഡിയായി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പൂരി അങ്ങോട്ട് സൂപ്പർ അടിപൊളി. പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട്